ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്കിൻ്റെ പേ ഔട്ട് സെറ്റിങ്സിനെ കുറിച്ചാണ്. നമുക്ക് ഫേസ്ബുക്കിൽ പേ ഔട്ട് സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് കറക്റ്റ് ഫില്ല് ചെയ്ത് ശരിയാക്കി എടുക്കുക. അഥവാ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ശരിയാക്കി എടുക്കാൻ കുറച്ച് കാലതാമസം എടുക്കുന്നതാണ്. അതായത് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ്, പാൻ കാർഡ് ഡീറ്റെയിൽസ്, അതേപോലെ നമ്മളുടെ ലീഗൽ നെയിം ഇതൊക്കെ കൊടുത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മിസ്റ്റേക്ക് വന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ചില ഫീൽഡ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തയാവും. ചിലത് എഡിറ്റ് ചെയ്യാൻ പറ്റും, ചിലത് എഡിറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റില്ല. വീണ്ടും അത് ശരിയാക്കി എടുക്കണമെങ്കിൽ നമ്മൾ മെറ്റാ ടീമിനെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. ബ്ലൂടിക്ക് എടുത്ത് മെറ്റാ ടീമിനെ കോൺടാക്ട് എടുത്ത് അവരയച്ചു തരുന്ന ആ ലിങ്ക് വഴി മാത്രമാണ് പുതിയൊരു പേ ഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് നമ്മൾ അവരയച്ചു തരുന്ന ലിങ്ക് ഗൂഗിൾ ക്രോമിൽ ഡെസ്ക്ടോപ്പ് വേർഷനിൽ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു പേ ഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ലിങ്കിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ലിങ്ക് 7 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവും. അതുമല്ല, ആ ലിങ്ക് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അറ്റംപ്റ്റിൽ ക്ലിയർ ആക്കിയെങ്കിൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. രണ്ടാമത് ആ ലിങ്ക് ഉപയോഗിച്ചാൽ അത് വർക്ക് ചെയ്യില്ല. ആ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഞാൻ പറഞ്ഞ ഈ ബ്രൗസറിൽ ഗൂഗിൾ ക്രോം, പിന്നെ സഫാരി പോലുള്ള ബ്രൗസറിൽ ലിങ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഡയറക്റ്റ് ആ ലിങ്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് തന്നെ അവർക്ക് പേ ഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പേ ഔട്ടും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ആ ലിങ്കിൽ പോയി ആ പേ ഔട്ട് സെറ്റ് ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു പേ ഔട്ട് അവിടെയാവും. അപ്പോൾ അതുകൊണ്ട് ആ അറ്റംപ്റ്റ് തന്നെ ആ പേ ഔട്ട് പുതിയ അയച്ചു വരുന്ന ലിങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് ശരിയാക്കുക. അപ്പോൾ ഇങ്ങനെ പേ ഔട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം മിസ്റ്റേക്ക് വന്ന ഒരു പേ ഔട്ട്, രണ്ടാമത് ലിങ്ക് വഴി നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത ഒരു പേ ഔട്ട്. അപ്പോൾ നമുക്ക് 2 പേ ഔട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പേ ഔട്ടിൽ നമ്മളുടെ ഏതെങ്കിലും ടൂള്, അതായത് സ്റ്റാർസ്, സബ്സ്ക്രിപ്ഷൻ, കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇതുപോലത്തെ ടൂള് പോയിട്ടുണ്ടെങ്കിൽ ആ ടൂള് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത പുതിയ പേ ഔട്ട്, മിസ്റ്റേക്ക് വരാതെ സെറ്റ് ചെയ്ത പേ ഔട്ട്, അതാണ് നമ്മുടെ ഒറിജിനൽ പേ ഔട്ട്. ആദ്യം സെറ്റ് ചെയ്തത് മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ ടൂൾ ചില സമയം അതിലേക്ക് പോയിട്ടുണ്ടാകും. ഈ സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ ഈ പറഞ്ഞത്, ആ ടൂള് നമ്മൾ പുതിയ മിസ്റ്റേക്ക് ഇല്ലാത്ത പേ ഔട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്.